ഹായ് ഹലോ നമസ്കാരം. ഒരു സി വി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും എങ്ങനെ ഒരു സി വി ഉണ്ടാക്കണം എന്നുള്ളതും അതുപോലെ തന്നെ ഒരു സി വിയുടെ ഇമ്പോർട്ടൻസ്, അതായത് ഏതൊക്കെ ജോബുകളാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ വരുന്നതും സൈറ്റ് ഓഫീസ് ജോബ് എന്തൊക്കെയാണ്, ഓഫീസ് ജോബ് എന്തൊക്കെയാണെന്നുള്ളതും ഇൻ്റർവ്യൂവിലെ പേടി എങ്ങനെ മാറ്റാമെന്നുള്ളതും ഒരു ഇൻ്റർവ്യൂവിൽ എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കാണുക. ഓക്കെ, അത് കണ്ടിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്ത് കുറച്ചും കൂടി മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു അപ്സ്കില്ലിങ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, പല ആൾക്കാരും പറയുന്നുണ്ടാവും അപ്സ്കില്ലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേസ്റ്റ് ഓഫ് മണിയാണ്, നമ്മൾ എന്തായാലും കോളേജിൽ പഠിച്ചതല്ലേ, എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നതല്ലേ എന്നുള്ളത്. ഓക്കെ, അതൊരു മിത്താണ്, അല്ലെങ്കിൽ റോങ് കോൺസെപ്റ്റാണ്. ഓക്കെ, ഈവൻ ഗവൺമെൻറ് പോലും ഇപ്പോൾ അപ്സ്കില്ലിങ് എന്താ പറയുക ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ബിക്കോസ് നിങ്ങൾ കോളേജിൽ പഠിക്കുന്നതും നിങ്ങളൊരു ഇൻഡസ്ട്രിയിൽ വരുമ്പോഴും ഒരുപാട് വ്യത്യാസമുണ്ട്. ഓക്കെ, ഇവിടെ വലിയൊരു ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പ് കണക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്സ്കില്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയാം. എൻ്റെ ലൈഫിൽ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ലൈഫിൽ കോളേജിൽ ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പഠിച്ചത് ഒരു സബ്ജക്റ്റ് മാത്രമാണ്. അതായത് ഷോർട്ട് വാൾ, ലോങ് വാൾ മെത്തേഡ്, സെൻട്രൽ ലൈൻ മെത്തേഡ് എന്നുള്ള ഒരൊറ്റ കോൺസെപ്റ്റ് മാത്രമേ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഈവൻ ഞാൻ ഇപ്പോഴും കോളേജിൽ പോകുമ്പോഴും ഇത് തന്നെയാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇത് പണ്ട് മുതലേ ഉള്ള സിലബസ് ആണ്, അതിൽ അപ്ഡേറ്റ്സ് ഒന്നും വരുന്നില്ല. ഇവിടെ ഒരു പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ജോബ് ചെയ്തത് സൗദിയിലാണ്. ഓക്കെ, സൗദി പോയപ്പോൾ എൻ്റെ അടുത്ത് ഫസ്റ്റ് ഞാൻ QS ആയിട്ടാണ് ജോബിലേക്ക് ജോയിൻ ചെയ്തത്. QS ബില്ലിങ്ങിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ QS ബില്ലിങ്ങിൽ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ അവിടെ എനിക്ക് എന്താണ് ഈ QS എന്ന് അറിയില്ലായിരുന്നു, ബില്ലിങ്ങിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം വെച്ചാൽ ലോങ് വാൾ, ഷോർട്ട് വാൾ മെത്തേഡ്, സെൻട്രൽ ലൈൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ള മാത്രമാണ് ക്വാണ്ടിറ്റി സർവേ എന്നുള്ള ഒരു ധാരണയിലാണ് ഞാൻ പോയത്. എനിക്ക് QS എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. എനിക്കറിയുന്ന ജോബ് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സൈറ്റ് എഞ്ചിനീയറും, ആ സമയത്ത് വേറൊന്ന് സ്ട്രക്ചറൽ ഡിസൈനറും. ഓക്കെ, പിന്നെ എന്നറിയാവുന്നത് പ്ലാനിങ് എഞ്ചിനീയർ ആയിരുന്നു. ഓക്കെ, വേറെ ഒന്നും എനിക്ക് മര്യാദയ്ക്ക് ഇതറിയില്ലായിരുന്നു. സോ ആ രീതിയിൽ ഞാൻ QS ആയിട്ട് പോയപ്പോൾ ഐ ഡോണ്ട് നോ എനിത്തിങ്. എനിക്ക് എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടതെന്നുള്ളത് ഒന്നും അറിയില്ല. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ, കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞുള്ള സാധനം എത്രത്തോളം ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് എത്രത്തോളം വാല്യൂ ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഓക്കെ, എന്നോട് ആദ്യം പറഞ്ഞ വർക്ക് എന്ന് പറയുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ പുറത്ത് കാണുന്ന സ്റ്റോൺ ക്ലാഡിങ് എടുക്കാനായിരുന്നു. ഈ സ്റ്റോൺ ക്ലാഡിങ് എന്ന് പറഞ്ഞുള്ള പേരുണ്ടല്ലോ, ഞാൻ അന്നേരം കേൾക്കണത്. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ, സ്റ്റോൺ ക്ലാഡിങ് എന്ന് പറഞ്ഞ പേര് എനിക്ക് അന്നേരം കിട്ടുന്നത്. ഞാൻ ചെയ്യാൻ തുടങ്ങി, വർക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ NIT പഠിച്ചതാണ്, പ്രീമിയം കോളേജിൽ പഠിച്ചതായിരുന്നു. എനിക്ക് അതിൻ്റേതായുള്ള കുറച്ച് എന്താ പറയുക എല്ലാം അറിയാമെന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ പോയിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി മാത്സ് ഒക്കെ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. അതിൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റായിരുന്നു. ഞാൻ ഈ ഒരു വർക്ക് ഉണ്ടല്ലോ 12 മിസ്റ്റേക്സ് വരുത്തിയിട്ടാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. എൻ്റെ മാനേജർ നല്ലതായതുകൊണ്ടാണ് ഞാൻ ആ കമ്പനിയിൽ വീണ്ടും നിന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റോൺ ക്ലാഡിങ്ങിൽ ആ ഡ്രോയിങ് റീഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഈ സ്റ്റോൺ എങ്ങനെയൊക്കെയാണ് വരുന്നത്, ഒരു പ്ലാൻ എങ്ങനെ പ്രോപ്പറായിട്ട് റീഡ് ചെയ്യണം, അതിൽ നിന്ന് എങ്ങനെ മെഷർമെൻറ്റ്സ് എടുക്കണം. ഓക്കെ, ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇതുപോലെ എനിക്കറിയില്ലായിരുന്നു, സത്യം പറയാം, ഇതുപോലെ എനിക്കറിയില്ലായിരുന്നു. എൻ്റെ മാനേജർ ഇപ്പോൾ ഞാൻ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട്. ആ മാനേജർ നന്നായത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ കമ്പനിയിൽ പിന്നെ വർക്ക് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ പണ്ടേ പോയത്, എൻ്റെ കരിയർ അവിടെ നിന്നാണ്. സോ ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആസ് എ QS ഞാൻ പഠിച്ചിരിക്കുന്നത് ബുക്ക് വെച്ചിട്ടാണ്. ഓക്കെ, ബുക്ക് വെച്ചിട്ട് പഠിച്ചതും ഇൻഡസ്ട്രിയിൽ വരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, ആ വ്യത്യാസം നമുക്ക് എന്താ പറയുക അപ്സ്കില്ലിങ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് അറിയാന്നുള്ളത്. ഓക്കെ, വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡ് ചെയ്യാൻ പഠിക്കാം. ഓക്കെ, ഡ്രോയിങ്സ് ആണെങ്കിലും ഡോക്യുമെന്റ്സ് ആണെങ്കിലും അത് റീഡ് ചെയ്യാൻ വേണ്ടി പഠിക്കാം. ടെർമിനോളജീസ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ക്ലാഡിങ് എന്ന് പറഞ്ഞ സ്റ്റോൺ ക്ലാഡിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു.
ഓക്കെ, ഇങ്ങനെയുള്ള ടെർമിനോളജീസ് DPR എന്ന് പറഞ്ഞത്, ഓക്കെ, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, WPR, വർക്ക് ഓർഡർ, പർച്ചേസ് ഓർഡർ. ഇവ ഞാൻ ഈ കോഴ്സ് തുടങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യങ്ങളായിരുന്നു. ഓക്കെ, എനിക്കൊരു ദിവസം കോളേജിൽ നിന്ന് ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഒരു കുട്ടി എന്നോട് ചോദിച്ചതാണ്, സാർ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന പ്രോജക്റ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിൽ ഞാൻ പറഞ്ഞു സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ക്ലൈൻറ്റ്, കൺസൾട്ടൻറ്റ്, കോൺട്രാക്ടർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെച്ചാൽ ഈ ക്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്, കൺസൾട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്, കോൺട്രാക്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഓക്കെ, ഇത് നമുക്ക് അറിയാനുള്ള ചാൻസ് ഉള്ളവരാണ്, എല്ലാവർക്കും അറിയണമെന്നുണ്ടാവില്ല. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയുന്നത്. ഇതിനെക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. എങ്ങനെ ഒരു പ്രോജക്റ്റ് ഹാൻഡ് ഓവർ ചെയ്യണം, എങ്ങനെയാണ് കൺസ്ട്രക്ഷനിൽ വരുന്ന ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഡിലേ ട്രാക്കർ. ഓക്കെ, ഇതൊരു പേരാണ്, ഇതെങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കേണ്ടി വരും. EOT, ഓക്കെ, ജസ്റ്റ് പേരായിരിക്കും, എന്താണെന്ന് അറിയേണ്ടി വരും. PQ, ഓക്കെ, ഇതൊരു പേരാണ്, ഇതെന്താണെന്ന് അറിയേണ്ടി വരും. ഓക്കെ, സോ ടെൻഡർ ഇവന്റ് ഷെഡ്യൂൾ, ഓക്കെ, അത് ഒരു പേരാണ്. സോ ഇങ്ങനത്തെ ടെർമിനോളജീസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഇതൊക്കെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ്. ഇത് എന്താ പറയുക, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു BTech കഴിഞ്ഞുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു കമ്പനിയിൽ ഒരു 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ നമ്മളത് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതൊക്കെ നമ്മൾ ആസ് എ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണലിന് മൈൻഡിൽ എപ്പോഴും ഇത് ABC ആണ്. ഇതറിയാത്ത ആൾക്കാരുണ്ടാവില്ല എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്. കാരണം വെച്ചാൽ ഇത് അവരുടെ ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇതൊക്കെ. സോ ഇന്റർവ്യൂവിന് വന്നിട്ട് ഇവർ ചോദിക്കുമ്പോൾ ഇവർ ഡെയിലി ലൈഫിൽ ABC പോലെ പറയുന്ന സാധനമായിരിക്കും നമ്മൾ ചോദിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഇന്റർവ്യൂ ചെയ്യുന്ന ആള്, അതായത് നമ്മളൊരു കാൻഡിഡേറ്റ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അവനിത് വേറെ ലോകമാണ്. ഇവർക്കൊന്നും മനസ്സിലാകണ്ട ഈ ടെർമിനോളജീസും ഈ കമ്മ്യൂണിക്കേഷനും. ചിലപ്പോൾ ഒരു ഡ്രോയിങ് ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അയ്യോ ഇതൊന്നും അല്ലല്ലോ ഞാൻ 4-5 വർഷം പഠിച്ചത് എന്നുള്ള മൈൻഡായിരിക്കും. ഓക്കെ, അവിടെ നമ്മൾ പേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമ്മളുടെ ബോഡി ലാംഗ്വേജും ബിഹേവിയറും ഒക്കെ അവിടെ ബ്രേക്ക് ആയിട്ടുണ്ടാവും. സോ ഇതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്സ്കില്ലിംഗ് ആണ്. ഓക്കെ, നിങ്ങൾ ചിലപ്പം ഒരു 50 ഇന്റർവ്യൂ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഒരു ജോബ് കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്സ്കില്ലിംഗ് ഇല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അപ്സ്കില്ലിംഗ് ചെയ്താൽ 3-4 ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് ജോബ് കിട്ടും. ഓക്കെ, അപ്സ്കില്ലിങ്ങിന്റെ കോഴ്സ് ജസ്റ്റ് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു 50,000 രൂപ കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോകണമെന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങൾക്ക് ഒരു 1000 രൂപ ചിലവാക്കേണ്ടി വരും. ടൈം വേറെ, എക്സ്പെൻസ് വേറെ. ഓക്കെ, സോ ഏതാണ് ലാഭം എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തേക്ക്. നിങ്ങളുടെ എന്താ പറയുക കോൺഫിഡൻസ് പോവും, നിങ്ങളുടെ എന്താ പറയുക സെൽഫായിട്ടുള്ള ട്രസ്റ്റ് പോവും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡൗൺ ആയിട്ടുണ്ടാവും. ഓക്കെ, സോ നിങ്ങൾ അപ്സ്കില്ലിങ് ചെയ്യുമ്പോൾ നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുക മാത്രമല്ല നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാണ്. അപ്സ്കില്ലിങ് കൊടുക്കുന്ന പൈസ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമായിരിക്കില്ല. നിങ്ങൾക്കൊരു ഇന്റർവ്യൂവിന് പോകുമ്പോഴും കമ്പനിയിൽ പെർഫോം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കുറച്ചും കൂടി പെട്ടെന്ന് വർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കരിയർ പെട്ടെന്ന് ഗ്രോ ചെയ്യും. നിങ്ങളുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ ആയിരിക്കും. ഓക്കെ, അല്ലാതെ നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു നോർമൽ ഗ്രോത്ത് ആയിരിക്കില്ല ഉണ്ടാകുക. അതാണ് അപ്സ്കില്ലിങ്ങിനെ കൊണ്ടുള്ള നിങ്ങൾക്ക് കിട്ടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ അപ്സ്കില്ലിങ് ചെയ്യുക, ഇത് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇവൻ ഞാനിപ്പോൾ പഠിക്കുന്ന ഒരാളാണ്. ഓക്കെ, ഞാനും പൈസ സ്പെൻഡ് ചെയ്തിട്ട് ഓരോരോ കോഴ്സുകൾ എടുത്ത് പഠിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഞാൻ അപ്സ്കിൽ ചെയ്താൽ മാത്രമാണ് എനിക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ആ ഗ്രോത്താണ് എനിക്ക് ഇൻ ടേംസ് ഓഫ് റവന്യൂ ആയിട്ടും മണി ആണെങ്കിലും എൻ്റെ കോൺഫിഡൻസ് ആണെങ്കിലും എൻ്റെ ഈ പാഷൻ എനിക്ക് അപ്ഡേറ്റ് ചെയ്യാനും പറ്റുള്ളൂ. ഈ മാർക്കറ്റിൽ നിൽക്കണമെങ്കിൽ നിങ്ങൾ അപ്സ്കിൽ ചെയ്തേ പറ്റുള്ളൂ. അപ്സ്കിൽ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, നിങ്ങൾ നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ നല്ലൊരു അപ്സ്കില്ലിംഗ് എന്താണ് നിങ്ങളുടെ കരിയറിൽ റിലേറ്റഡ് ആയിട്ടുള്ളത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, നിങ്ങളത് പഠിക്കുക, നിങ്ങൾ കരിയറിൽ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കുക.